ഹായ്, ജോഷി ചള്ളിയിൽ. ഇന്ന് നമുക്ക് ഒരു സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി ടെസ്റ്റ് നടത്തിയ ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞാലോ. ശരിക്കും നമ്മളെല്ലാം എന്തൊക്കെയാണ് ബിൽഡിങ്ങിൻ്റെ ഇൻറ്റഗ്രിറ്റി വേണ്ടത്, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ചെക്ക് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള പല പല ടോപ്പിക്കുകൾ നമ്മൾ വീഡിയോയിൽ കണ്ടു. പക്ഷെ ഒരു ഇൻസ്പെക്ഷൻ നടത്തുന്നത് എങ്ങനെയാണ്? ആ ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്? എറണാകുളത്തിനടുത്ത് ഉള്ളൊരു സ്ഥലത്ത് ഒരു വീട് ഏകദേശം 40 വർഷത്തോളം പഴക്കമുണ്ട്. ഈ 40 വർഷത്തോളം പഴക്കമുള്ള ആ വീടിന്റെ മുകളിൽ ഒരു നില കൂടി എടുക്കുക എന്നുള്ളതായിരുന്നു ആ ഓണറുടെ ആവശ്യം. അപ്പം അവരാണെങ്കിൽ തന്നെ ആ വീട് ഒരു 20-25 വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചതാണ്. അപ്പം എങ്ങനെയാണ് ഇത് പണിതിരിക്കുന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ അത് ഇൻസ്പെക്ഷനായിട്ട് അവിടെ എത്തി. അപ്പം ഞാൻ കാണുന്നത് മെയിൻ റോഡിനോട് ചേർന്നുള്ള സ്ഥലമാണ്. മെയിൻ റോഡിനോട് ചേർന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 1 അടിയോളം താഴ്ന്ന് ആണ് ഇവരുടെ പ്ലോട്ട് കിടക്കുന്നത്. താരതമ്യേന മണ്ണുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ 35-40 വർഷം പഴക്കമുള്ള കെട്ടിടം തോന്നിക്കുന്ന കെട്ടിടമാണ്, ഒറ്റ നില കെട്ടിടമാണ്. അപ്പോൾ ഞാൻ നോക്കി സറൗണ്ടിങ്സ് എല്ലാം ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് മഴ പെയ്യുമ്പോൾ റോഡിൽ നിന്നോ അല്ലെങ്കിൽ ആ വെള്ളം ഈ പ്ലോട്ടിലേക്ക് ഒഴുകി വരുന്ന തരത്തിലുള്ളൊരു പ്ലോട്ടാണ്. അപ്പോൾ ഈ പ്ലോട്ടിൽ അതിനോട് ചേർന്ന് തന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു കാന പോകുന്നുണ്ട്. അപ്പോൾ വെള്ളം വന്ന് കെട്ടിക്കിടന്നാലും ആ ചുരുമണലായതുകൊണ്ട് തന്നെ അത് ഒഴുകി പോകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഈ വീട് ഒരു 35-40 വർഷം പഴക്കമുള്ള വീടെന്ന് പറയുമ്പോൾ കരിങ്കല്ലിൽ ഫൗണ്ടേഷൻ കെട്ടി അതിൻ്റെ മുകളിൽ ചുടുകട്ട കൊണ്ട് ആണിക്കെട്ട് കെട്ടിയ ഭിത്തികളും അതിന് മുകളിൽ ഒരു ഫ്ലാറ്റ് റൂഫുമാണുള്ളത്. അപ്പോൾ ഈ ഫ്ലാറ്റ് റൂഫിന് മുകളിൽ സാധാരണ അന്നത്തെ കാലഘട്ടത്തിലുള്ള പോലെ ഒരു പാരപ്പറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പാരപ്പറ്റിൽ ചില സ്ഥലത്ത് പൊട്ടലുകൾ കാണാം. ഞാൻ ആദ്യം വീടിൻ്റെ സറൗണ്ടിങ് മൊത്തം ഒന്ന് ഇൻസ്പെക്ട് ചെയ്തു. അപ്പോൾ ആ ഫിസിക്കൽ അല്ലെങ്കിൽ വിഷ്വൽ ഇൻസ്പെക്ഷൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു അടിയോടും ഉയർന്നിട്ടാണ് ഇപ്പോൾ ഉള്ള പ്ലിന്ത് ലെവൽ അല്ലെങ്കിൽ ഫ്ലോർ ലെവൽ നിൽക്കുക. പക്ഷെ പലപ്പോഴും ആ ചുറ്റുമുള്ള ഫ്ലോർ ലെവലിൽ വെള്ളം പിടിച്ചു കയറി ആ ഭിത്തികളുടെ പ്ലാസ്റ്ററിങ് പല സ്ഥലങ്ങളിലും അത് പീൽ ഓഫ് ചെയ്ത് പോരുന്നുണ്ട്. അതോടുകൂടി മൊത്തത്തിലൊന്ന് സറൗണ്ട് ചെയ്തപ്പോൾ നമ്മുടെ ഭൂമിയുടെ കിടപ്പിൽ ബിൽഡിംഗ് എവിടെയെങ്കിലും നമുക്ക് എവിഡന്റ് ആയിട്ടുള്ള സെറ്റിൽമെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ആദ്യം നോക്കിയത്. അങ്ങനെ നോക്കിയപ്പോൾ റൈറ്റ് സൈഡ് കോർണറിൽ ശരിക്കും RCC സ്ലാബ് നമ്മുടെ ഭിത്തിയിൽ നിന്ന് ഒരു 3 mm ഗ്യാപ്പിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. അതൊരു കോർണർ കൊണ്ടാണ് സെറ്റിൽമെന്റ് ഉണ്ടായത്. തീർച്ചയായിട്ടും ആ ഒരു ഭൂമി ഈ ശരിക്കും ഉറപ്പില്ലാതെ താന്നു പോയത് കൊണ്ടാവാം ആ സ്ലാബ് അവിടെ ആ ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മറ്റ് ഈ പ്ലാസ്റ്ററിങ്ങിന്റെ ഒരു എഫ്ലുവൻസും അതുപോലെ തന്നെ പീലോഫുള്ളൊക്കെയാണ് നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ നമുക്കൊരു ഫിസിക്കൽ ടെസ്റ്റ് നടത്താനായിട്ട് റാൻഡമായിട്ടൊരു ആ ക്രാക്ക് ഉള്ള സ്ഥലത്തൊന്ന് ചിപ്പ് ചെയ്ത് നോക്കി. അപ്പോൾ ചിപ്പ് ചെയ്തപ്പോൾ കാണാൻ സാധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ആ പ്ലാസ്റ്റിക്കിനകത്ത് ആ സിമെന്റിന്റെ പവർ അല്ലെങ്കിൽ സ്ട്രെങ്ത് കുറഞ്ഞ് ഒരു ലൂസായി പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ അത് കെട്ടിന്റെ സ്ട്രെങ്തിനെ ബാധിച്ചു തുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അത് ഇൻസ്പെക്ട് ചെയ്തപ്പോൾ തന്നെ മറ്റു പല ക്രാക്കുകളും നോക്കി. പക്ഷേ ആ നനവിന് ശേഷം മുകളിലേക്ക് വരുന്ന ക്രാക്കുകളൊന്നും കാര്യമായ ക്രാക്കുകളല്ല, പ്ലാസ്റ്റിക്കിൽ ചെറിയ ഷ്രിങ്കേജ് ക്രാക്കുകൾ മാത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ബിൽഡിങ്ങിനകത്ത് കയറി ഇൻസ്പെക്ട് ചെയ്തു. അകത്ത് മനസ്സിലാക്കിയത് പല സ്ഥലങ്ങളിലും ഫ്ലോർ ലെവലിൽ നിന്ന് വെള്ളം കയറി അകത്ത് ഭിത്തിയിലേക്ക് വെള്ളം ഡാമിനസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കി മനസ്സിലാക്കി. അതിനുശേഷം ഞാൻ അവിടെ നിന്നുള്ളൊരു റെക്കഗ്നൈസിങ് സർവേ, അവിടെയുള്ള ഇൻഫർമേഷൻസ് നമ്മൾ നോക്കിയപ്പോൾ ഇത് ഏകദേശം ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ മേടിച്ചതിന് ശേഷം ആ വീടിന്റെ മൊസൈക്ക് ഫ്ലോറാണ് ഉണ്ടായിരുന്നത്. ആ ഫ്ലോറ് ചിപ്പ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ടൈലിട്ട് നല്ല നീറ്റാക്കി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ തന്നെയും ഈ ഫ്ലോറ് മൊസൈക്ക് ചിപ്പ് ചെയ്ത് കളഞ്ഞിട്ടാണ് ടൈലിട്ടിരുന്നത്. പക്ഷെ നനവിനുള്ള ചാൻസസ് അവിടെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഇൻസ്പെക്ട് ചെയ്തിട്ട് പറഞ്ഞൊരു കാര്യം, ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ സേഫ്റ്റി എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നോക്കി. അതോടൊപ്പം തന്നെ ബിൽഡിങ്ങിന്റെ സ്ട്രെങ്ത് മനസ്സിലാക്കേണ്ടത് നോക്കി. ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്നത് കരിങ്കലിന്റെ ഫൗണ്ടേഷനാണ്. ഇപ്പോൾ റബിൾ RR മേസണറി ഫൗണ്ടേഷൻ എന്ന് പറയും. ഇപ്പം നോക്കിയോ ബേസിക്കലി പണ്ട് കാലങ്ങളിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെ അതിന്റെ ഫൗണ്ടേഷനായിട്ട് 45 അതിന്റെ ബേസ്മെന്റ് 60/60 വരുന്ന രീതിയിലുള്ള ഒരു ഫൗണ്ടേഷനാണ് കെട്ടിയിരിക്കുന്നത്. പക്ഷെ ഇതിൽ ആ 45-ന്റെ പോർഷൻ മാത്രമേ മുകളിലേക്കുള്ളൂ, ബാക്കിയെല്ലാം സെറ്റിൽ ഓൺ ആയിട്ടുണ്ട്. മണ്ണ് താരതമ്യേന ഗ്രെയിൻ സൈസ് ഒരു ടെസ്റ്റ് പിറ്റ് എടുത്ത് നോക്കിയപ്പോൾ ആ മണ്ണ് താരതമ്യേന ഒരു മീഡിയം ആൻഡ് ഫൈൻ അല്ല, മീഡിയം അതുപോലെ ഗ്രെയിൻ സൈസസ് ഉള്ള മണ്ണാണ്. സിൽറ്റിന്റെ അംശം കുറവാണ്. അപ്പം നല്ല മണ്ണുള്ള സ്ഥലമാണെന്ന് മനസ്സിലാക്കി.
അതിനുശേഷം ഇവിടെ നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് അതിന്റെ മുകളിൽ ഒരു വീട് പണിയുക എന്നുള്ളതായിരുന്നു, വീടെല്ലാം റൂംസ് എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരു ഡിസൈനറെ കൊണ്ട് അദ്ദേഹം ഒരു പ്ലാൻ വരപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പ്ലാൻ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കി. അത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എക്സിസ്റ്റിംഗ് വീടിന് മുകളിലല്ല ഏകദേശം പുതിയ പ്ലാനെല്ലാം വരുന്നത്. അപ്പം എക്സിസ്റ്റിംഗ് വീടിന് മുകളിലല്ല, ഭിത്തിക്ക് മുകളിലല്ലാതെ വരുന്നുണ്ട്. ഏകദേശം ഒരു 20-30% ഏരിയ മാത്രമേ ആ ഒരു വാള് ഓവർഹെഡ് ആയിട്ട് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം പല രീതിയിലുള്ള മാറ്റങ്ങൾ ആ ഭിത്തിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ വളരെ നല്ലൊരു എസ്തെറ്റിക്കലി അപ്പിയറൻസ് ഉള്ള ഒരു പ്ലാനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് അത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് അതൊരു ഫീസിബിൾ ആണോ എന്നുള്ള ചോദിച്ചതിൽ വിഷ്വൽ ഇൻസ്പെക്ഷൻ എനിക്ക് പറയാൻ സാധിച്ചത് അത് ബുദ്ധിമുട്ടാണ്. അങ്ങനൊരു വീട് അവിടെ പണിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ട്രക്ചറലി അതിന്റെ ഫൗണ്ടേഷൻ ബേസ് മുതൽ തന്നെ ഒരു റിവാമ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് സ്ട്രക്ചറൽ ഫ്രെയിം ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഏത് ടൈപ്പ് ഫൗണ്ടേഷൻസ് ആണ് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു ചോദ്യം പ്രധാനമായിട്ട് വന്നു. പ്രധാനമായിട്ട് ആ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിലെ ഒരു 30% ഏരിയയിൽ മാത്രമേ ആ പുതിയ ബിൽഡിംഗ്, 30 അല്ല, ഒരു 50% ഏരിയയിലായിരുന്നു. അപ്പോൾ ബാക്കി 50% ഏരിയ ഫ്രീ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ സെറ്റിൽമെന്റ് ക്രാക്കുണ്ട ഏരിയയിൽ നിന്നും അവര് പുതിയ ബിൽഡിംഗ് വെക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ എല്ലാം ഫ്രീ ആയിട്ട് ടെറസാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പം ഈ വരുന്ന 50% ഏരിയയിൽ ഒരു 20% ഏരിയയിൽ ഭിത്തികൾ മാത്രമേ നേരിട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. യാണിക്കെട്ടൊക്കെ ആണെങ്കിൽ തന്നെയും മുകളിൽ ഒരു വെയിറ്റ് ഉള്ള ഒരു RCC സ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറായിട്ട് എനിക്ക് അതിനെ വിഷ്വൽ ഇൻസ്പെക്ഷൻ സജസ്റ്റ് ചെയ്യാണ്ട് പറ്റിയില്ല. പിന്നെ ഉള്ളത് അതിന്റെ മറ്റ് ടെസ്റ്റുകൾ നടത്തുക എന്നുള്ളതാണ്. പക്ഷെ അല്ലാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും അത്രയും വെയിറ്റ് ഉള്ള സ്ട്രക്ചർ പിടിക്കാനായിട്ടുള്ള സ്ട്രെങ്ത് ആ ഒരു ബിൽഡിങ്ങിന് ഇല്ലായിരുന്നു. അപ്പം ഇതിനെങ്ങനെ അവർക്ക് പോസിബിൾ ആവും, അതാണ് ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ സഹായത്തോടുകൂടി ആ ബിൽഡിങ്ങിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ വാൾ അസസ് ചെയ്ത് അതിന് വേണ്ട ടെസ്റ്റുകൾ നടത്തി ഒരു ഫ്രെയിംഡ് സ്ട്രക്ചർ അതിനോട് പാരലായിട്ട് കൺസ്ട്രക്ട് ചെയ്തതിലേക്കുള്ള ഐഡിയകൾ വന്നു. അവര് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത ഒരു അസസ്മെന്റ് എന്താണെന്ന് നടത്തിയതിനു ശേഷം മാത്രമേ ആ വീട് വയ്ക്കുള്ളൂ തീരുമാനം എടുക്കാനായിട്ട് അവർക്ക് സാധിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിങ്ങനെ പല വീടുകളും നമ്മൾ മേടിക്കുന്നുണ്ട്. അപ്പോൾ മേടിച്ചു കഴിഞ്ഞ് അതിന്റെ മുകളിൽ പണിയണമെങ്കിൽ ഒരു സ്ട്രക്ചറൽ അസസ്മെന്റ് ആവശ്യമാണ്. നമ്മൾ കണ്ട് അതിന് മുകളിലേക്ക് എത്തിയതിനു ശേഷം അതിലുണ്ടാകുന്ന ബിൽഡിംഗ് ഫെയിലറോ ഇല്ലെങ്കിൽ നേരത്തെ പല വീഡിയോയിൽ പറഞ്ഞ പോലെ ഫാറ്റിക് ബർഷ ഉണ്ടാകുന്ന സാധ്യതകളുണ്ട്. അപ്പൊ അതെല്ലാം നോക്കി നമുക്ക് ഈ ഒരു സംഭവം നമുക്കൊരു അനുഭവമായിട്ട് എടുക്കാം. അപ്പോൾ ഏത് സ്ട്രക്ചർ ആണെങ്കിൽ പോലും ഒരു ഓവർഹെഡ് ആയിട്ട് പുതിയൊരു സ്ട്രക്ചർ പണിയുകയോ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ പണിയുകയോ അല്ലെങ്കിൽ ഓൾട്ടറേഷൻ നടത്തുകയോ ചെയ്യുമ്പോൾ ആ ബിൽഡിങ്ങിന്റെ സ്ട്രെങ്തിനെ ബാധിക്കാത്ത രീതിയിൽ വേണം അതെല്ലാം ചെയ്യാനായിട്ട്. അങ്ങനെ എന്തെങ്കിലും സാധ്യത വരികയാണെങ്കിൽ ഒരു സ്ട്രക്ചറൽ എക്സ്പേർട്ടിന്റെയോ അല്ലെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്തുള്ള ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ സഹായം നിങ്ങൾ തീർച്ചയായിട്ടും തേടേണ്ടതാണ്.